ഹരി ഓം. ശ്രീമദ് ഭഗവത്ഗീത 18-ാം അധ്യായം മോക്ഷസന്യാസ യോഗത്തിൻ്റെ തുടർച്ച. കർമ്മങ്ങൾ ആധ്യാത്മികമായാലും ഭൗതികമായാലും അതിന്, അതായത് കർമ്മത്തിന് അധിഷ്ഠാനമായ ഒരു ശരീരം, കർത്താവ്, വിവിധ ചേഷ്ടകൾ, ഇന്ദ്രിയങ്ങൾ, പ്രകൃതിശക്തി എന്നീ 5 ഘടകങ്ങൾ ഒത്തുചേരണമെന്ന് 14-ാം ശ്ലോകത്തിൽ നമ്മൾ പഠിച്ചു. ആത്മാവിൻ്റെ സാന്നിധ്യത്തിൽ മാത്രമേ കർമ്മം നടക്കുകയുള്ളൂ. എന്നാൽ കർമ്മം ആത്മാവിൻ്റെയല്ല, ജഡമായ പ്രകൃതിയുടേതാണ്. ഈ ആത്മതത്വം വിവേചിച്ചറിയാൻ വിവേകിയായ ഒരുവന് മാത്രമേ സാധിക്കൂ. അതിനായി മനസ്സിനും ബുദ്ധിക്കും വേണ്ട സംസ്കരണം ലഭിക്കണം. അങ്ങനെ കാണാൻ കഴിയുന്നവൻ ആരായിരിക്കും എന്ന് പറയുന്നു 17-ാമത്തെ ശ്ലോകത്തിൽ. യസ്യ നാഹംകൃതോ ഭാവോ ബുദ്ധിർയസ്യ ന ലിപ്യതേ ഹത്വാപി സൈമാൻ ലോകാൻ ന ഹന്തി ന നിബധ്യതേ. യസ്യ ഏതൊരുത്തന്, അഹംകൃത ഞാൻ ചെയ്തവനാകുന്നു, ഇതി എന്ന്, ഭാവഃ അറിവ്, ന ഭവതി ഉണ്ടാകുന്നില്ലയോ, യസ്യ ഏതൊരുത്തൻ്റെ, ബുദ്ധിഹി ബോധം, ന ലിപ്യതേ ഫലകാംക്ഷയിൽ പുരളുന്നില്ലയോ, സഹ അവൻ, ഇമാൻ ലോകാൻ ഈ ലോകങ്ങളെ, ഹത്വാ അപി ഹനിച്ചാൽ പോലും, ന ഹന്തി ഹനിക്കുന്നവനാകുന്നില്ല, തസ്യ ഫലേന അതിൻ്റെ ഫലത്താൽ, ന ബധ്യതേ ബന്ധിക്കപ്പെടുന്നും ഇല്ല. അഹങ്കാരം എന്ന ഭാവം ആർക്കാണോ തീരെയില്ലാത്തത്, ഏതൊരുത്തൻ്റെ ബുദ്ധിയാണോ ഒന്നിലും കലുഷിതമാകാത്തത്, അവൻ ലോകത്തിലുള്ളവരെ എല്ലാം ഹനിച്ചാലും ആരെയും കൊല്ലുന്നില്ല, അതുമായി ബന്ധപ്പെടുന്നുമില്ല. കർമ്മം എന്നത് ക്ഷേത്രത്തിൻ്റെ അഥവാ ശരീരത്തിൻ്റെ കാര്യമാണ്. ശരീരമാണ് കർമ്മങ്ങളുടെ എല്ലാം കർത്താവ്, ആത്മാവല്ല. ഈ പരമസത്യം സാക്ഷാത്കരിച്ച ഒരു ജ്ഞാനിക്ക് ഏത് കർമ്മത്തിൽ ഏർപ്പെട്ടാലും ഞാൻ കർത്താവാണ് എന്ന അഭിമാനം ഉണ്ടാവുന്നതല്ല. അതുകൊണ്ട് തന്നെ കർമ്മഫലം അയാൾക്ക് ബന്ധകാരണമായി തീരുകയുമില്ല. കർമ്മം ചെയ്യുന്നതും ഫലമനുഭവിക്കുന്നതും ശരീരമാണ്. കർത്താവും ഭോക്താവും ശരീരം തന്നെയാണ്, ആത്മാവല്ല. ആത്മാവ് കേവലം സാക്ഷി മാത്രമാണ്. ഞാൻ ഇത് ചെയ്യുന്നു, എനിക്കിതിൻ്റെ ഫലം അനുഭവിക്കണം എന്നുള്ളതാണ് നമ്മുടെ ഉള്ളിൽ വാസനകളെ സൃഷ്ടിക്കുന്നത്. ആ വാസനകളാണ് വീണ്ടും വീണ്ടും അത്തരത്തിലുള്ള കർമ്മങ്ങൾ ചെയ്യാൻ അഥവാ ആ കർമ്മങ്ങളെ ആവർത്തിക്കാൻ നമ്മളെ പ്രേരിപ്പിക്കുന്നത്. ആത്മജ്ഞാനി ആസക്തിയില്ലാതെ വിവേകബുദ്ധിയോടെയാണ് കർമ്മം ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ കർമ്മവാസനകൾ അയാളെ ബന്ധിക്കില്ല. അവൻ ഇവരെയൊക്കെ കൊന്നാലും കൊല്ലുന്നില്ല, കർമ്മത്താൽ ബന്ധിക്കപ്പെടുന്നില്ല എന്നാണ് ഭഗവാൻ ഇവിടെ പ്രഖ്യാപിക്കുന്നത്. ഒരു ഉദാഹരണം കൊണ്ട് ഈ ആശയം വ്യക്തമാക്കാം. ഹീനകർമ്മങ്ങൾ ചെയ്യുന്ന ഒരു കൊലപാതകിയിൽ കൊല ചെയ്യാനുള്ള വാസന വീണ്ടും വീണ്ടും വളർന്നു വരും. കൂടുതൽ കൂടുതൽ ഹീനകർമ്മങ്ങൾ അയാൾ തുടർന്നുകൊണ്ടുമിരിക്കും. എന്നാൽ ദേശാഭിമാനിയായ ഒരു യോദ്ധാവ് ശത്രു സൈന്യത്തെ കൊല്ലുന്നുണ്ട്. പക്ഷേ അദ്ദേഹം അർപ്പണ മനോഭാവത്തോടെ സ്വന്തം രാജ്യരക്ഷയ്ക്ക് വേണ്ടി യുദ്ധഭൂമിയിൽ തൻ്റെ കടമ നിർവഹിക്കുകയാണ് അപ്പോൾ ചെയ്യുന്നത്. അതിൽ നിന്നും അദ്ദേഹത്തിന് ഒരിക്കലും ഒരു കൊലപാതക വാസന ഉണ്ടായി വരുന്നില്ല. അതുപോലെ കർമ്മങ്ങളെ ഭഗവത്പാദങ്ങളിൽ സമർപ്പിച്ച് ചെയ്താൽ ബന്ധഹേതുവായ വാസന നമ്മളിലും ഉണ്ടാവുകയില്ല. കർമ്മത്തിൻ്റെ ഘടകങ്ങളെ വിവരിച്ച ശേഷം കർമ്മത്തിൻ്റെ പ്രേരക ശക്തിയെയും അടിസ്ഥാനത്തെയും പറ്റി പറയുന്നത് കേൾക്കാം 18-ാമത്തെ ശ്ലോകത്തിൽ. ജ്ഞാനം ജ്ഞേയം പരിജ്ഞാതാ ത്രിവിധാ കർമ്മ ചോദന കരണം കർമ്മ കർത്തേതി ത്രിവിധ കർമ്മ സംഗ്രഹ. ജ്ഞാനം അറിവ്, ജ്ഞേയം അറിയേണ്ടത്, പരിജ്ഞാത അറിയുന്നവൻ, ഇതി ഇങ്ങനെ, കർമ്മചോദന കർമ്മത്തിനുള്ള പ്രേരണ, ത്രിവിധ 3 വിധം, കരണം ഇന്ദ്രിയം, കർമ്മ കർമ്മം, കർത്താ കർത്താവ്, ഇതി ഇപ്രകാരം,
കർമ്മസംഗ്രഹ കർമ്മത്തിൻ്റെ ഘടകങ്ങൾ ത്രിവിധ 3 തരം. അറിവ്, അറിയേണ്ടത്, അറിയുന്നവൻ, ഇങ്ങനെ കർമ്മപ്രേരണ 3 വിധത്തിലാണ്. കരണം, കർമ്മം, കർത്താവ് ഇവ 3 കർമ്മനിർവാഹകവുമാണ്. കർമ്മത്തിൻ്റെ പ്രേരക ശക്തി 3 വിധമാണ്. ജ്ഞാതാവ്, ജ്ഞാനം, ജ്ഞേയം ഇവ 3 ആ പ്രേരകങ്ങൾ. ഇതിനെ വേദാന്തത്തിൽ ത്രിപുടി എന്ന് പറയും. ജ്ഞാതാവ് എന്നാൽ അറിയുന്നവൻ. അയാളിൽ നിന്നും ഉയരുന്നതായ ആഗ്രഹം കർമ്മത്തിന് പ്രേരണയാകും. അടുത്തത് ജ്ഞാനം അഥവാ അറിവ്. കഴിഞ്ഞുപോയ ഏതെങ്കിലും ഒരു അനുഭവത്തെക്കുറിച്ചുള്ള നമ്മുടെ ഓർമ്മ, സ്മരണ അല്ലെങ്കിൽ അതിനെക്കുറിച്ചുള്ള അറിവ് വീണ്ടും ആ കർമ്മത്തിന് നമ്മളെ പ്രേരിപ്പിക്കും. മൂന്നാമതായി ജ്ഞേയം, അറിയേണ്ടത്. അതെന്താണ് എന്നറിയാനുള്ള ഒരു ജിജ്ഞാസ, പ്രലോഭനം, അതും കർമ്മത്തിന് പ്രേരണയായി വരും. ഇവ 3ൻ്റെയും പ്രേരണ കൊണ്ട് നടക്കുന്നതായ കർമ്മത്തിനാകട്ടെ 3 ഘടകങ്ങളുണ്ട്. കർത്താവ്, ഇന്ദ്രിയങ്ങൾ, കർമ്മം എന്നതാണ് ആ 3 ഘടകങ്ങൾ. കർത്താവ് എന്നാൽ കർമ്മം ചെയ്യുന്നയാൾ. ചെയ്യേണ്ടതായ കൃത്യത്തിനാണ് കർമ്മം എന്ന് പറയുന്നത്. ഇനി ആ കർമ്മം ചെയ്യാനുള്ള കരണങ്ങളാണ് ഇന്ദ്രിയ മനോബുദ്ധികൾ. ഇവ ഒത്തുചേർന്നാലേ ഒരു കർമ്മം നടക്കുകയുള്ളൂ. ഇവയെയാണ് കർമ്മനിർവാഹകം എന്ന് ഇതിൽ പറഞ്ഞിരിക്കുന്നത്. കർമ്മചോദനയെയും കർമ്മസംഗ്രഹത്തെയും പറഞ്ഞ ശേഷം എന്തുകൊണ്ട് വിവിധ വ്യക്തികൾ വിവിധ രീതിയിൽ പെരുമാറുന്നു എന്ന് വിശദീകരിക്കാൻ തുടങ്ങുന്ന ശ്ലോകങ്ങളാണ്. 19ാമത്തെ ശ്ലോകം. ജ്ഞാനം കർമ്മം ച കർത്താ ച ത്രിധൈവ ഗുണഭേദതഃ പ്രോച്യതേ ഗുണസംഖ്യാനേ യഥാവത് ശൃണുതാന്യപി. ജ്ഞാനം, ജ്ഞാനവും, കർമ്മ ച കർമ്മവും, കർത്താ ച കർത്താവും, ഗുണഭേദത ഗുണഭേദം നിമിത്തം, ത്രിവിധായേവ 3 പ്രകാരമായി തന്നെ, ഗുണസംഖ്യാനേ കപിലൻ്റെ സാഖ്യദർശനത്തിൽ, പ്രോച്യതേ പറയുന്നു, താനി അഭി അവയെയും, യഥാവത് വേണ്ട പോലെ, ശൃണു നീ കേട്ടുകൊള്ളുക. ജ്ഞാനവും കർമ്മവും കർത്താവും ത്രിഗുണങ്ങളുടെ വ്യത്യാസമനുസരിച്ച് 3 പ്രകാരമായി തന്നെ കപിലൻ്റെ സാഖ്യദർശനത്തിൽ പറയുന്നുണ്ട്. അവയെയും നീ വേണ്ടതുപോലെ കേട്ടുകൊള്ളുക എന്ന് ഭഗവാൻ പറയുന്നു. സാത്വികം, രാജസം, താമസം എന്നീ ത്രിഗുണങ്ങൾക്കനുസരിച്ച് കർത്താവ്, കർമ്മം, ജ്ഞാനം എന്നിവ ഓരോന്നും 3 തരത്തിൽ വരുമെന്ന് സാഖ്യദർശനത്തിൽ പറഞ്ഞിരിക്കുന്നു. അവയെ ഓരോന്നായി വിശദമാക്കാൻ പോകുകയാണ്. 20ാമത്തെ ശ്ലോകം നോക്കാം. സർവഭൂതേഷു യേനൈകം ഭാവമവ്യയമീക്ഷതേ അവിഭക്തം വിഭക്തേഷു തജ്ഞാനം വിദ്ധി സാത്വികം. വിഭക്തേഷു വിഭജിക്കപ്പെട്ട, വെവ്വേറെയായ, സർവഭൂതേഷു എല്ലാ സൃഷ്ടികളിലും, അവിഭക്തം വിഭജിക്കപ്പെടാത്തതായി, വേർപെടാത്തതായി, ഏകം ഒന്നായി, അവ്യയം നാശമില്ലാത്തതായ, ഭാവം ഭാവത്തെ അല്ലെങ്കിൽ ആത്മസത്തയെ, യേന ഏതൊന്നുകൊണ്ട്, ഈക്ഷതേ കാണുന്നുവോ, തദജ്ഞാനം ആ ജ്ഞാനത്തെ, സാത്വികം വിദ്ധി സാത്വികം എന്ന് നീ അറിയുക. പലതായി പ്രതിഭാസിക്കുന്ന വിഭിന്ന ചരാചരങ്ങളിലെല്ലാം വിഭജിക്കപ്പെടാത്തതും നാശമില്ലാത്തതുമായ ഒരേ തത്വത്തെ, നാനാത്വത്തിൽ ഏകത്വത്തെ കാണുന്ന ജ്ഞാനം ഏതോ ആ ജ്ഞാനം സാത്വികം എന്നറിഞ്ഞാലും. സൃഷ്ടിവർഗങ്ങളെല്ലാം ബാഹ്യദൃഷ്ടിയിൽ വെവ്വേറെയായിട്ടാണ് ഇരിക്കുന്നത്. ഒന്നിനും അന്യോന്യം ബന്ധമുള്ളതായി തോന്നുന്നില്ല. എന്നാൽ സത്യം അതല്ല. നമുക്ക് അജ്ഞാനം നിമിത്തം അങ്ങനെ തോന്നുന്നതാണ്. നാനാരൂപങ്ങളായി നമുക്ക് തോന്നുന്നതെല്ലാം ഏകമായ, അഭിന്നമായ, ഒരു പരിണാമങ്ങൾക്കും വിധേയമല്ലാത്ത പരമാത്മസത്തയുടെ പ്രതിഭാസമാണ്. ഭിന്നങ്ങളായ ഓരോ ദേഹത്തിലും ആ ഭാവത്തെ, പരമാത്മസത്തയെ അറിയാൻ ഏതൊന്നാണോ പ്രയോജനപ്പെടുന്നത് അതാണ് സാത്വിക ജ്ഞാനം. നാനാത്വത്തിനപ്പുറത്തെ ഏകത്വത്തെ അറിയുന്ന ജ്ഞാനം. ഇനി രാജസജ്ഞാനത്തിൻ്റെ ലക്ഷണം പറയുന്ന 21ാമത്തെ ശ്ലോകം നോക്കാം.
പൃഥക്ത്വേന തു യജ്ഞാനം നാനാഭാവാൻ പൃഥഗ്വിധാൻ വേത്തി സർവേഷു ഭൂതേഷു തജ്ഞാനം വിദ്ധി രാജസം. സർവേഷു സകലങ്ങളായ ഭൂതേഷു സൃഷ്ടിവർഗങ്ങളിലും പൃഥഗ്വിധാൻ വേറെ വേറെയുള്ള നാനാഭാവാൻ പലതരം വസ്തുക്കളെ പൃഥക്ത്വേന തു വെവ്വേറെ തന്നെ ഏന ഏതൊന്നുകൊണ്ട് വേത്തി അറിയുന്നുവോ തത് ജ്ഞാനം ആ അറിവ് രാജസം വിദ്ധി രാജസം എന്ന് നീ മനസ്സിലാക്കണം. എല്ലാ ഭൂതങ്ങളെയും സർവവസ്തുക്കളെയും വ്യത്യസ്തങ്ങളായി വെവ്വേറെ തന്നെ എന്ന് ഏതൊന്നുകൊണ്ട് അറിയുന്നുവോ ആ അറിവ് രാജസം എന്ന് നീ മനസ്സിലാക്കണം. പുറം കാഴ്ചയിൽ സൃഷ്ടിവർഗങ്ങളെല്ലാം വെവ്വേറെയായിട്ടാണ് ഇരിക്കുന്നത്. അവയെ ഓരോന്നിനെയും ഓരോ വ്യക്തിയായി തന്നെ പ്രത്യേകം പ്രത്യേകം ഇരിക്കുന്നതായി തന്നെ അറിയുന്നതാണ് രാജസജ്ഞാനം. തത്വദീക്ഷയില്ലാതെ കാണുന്നതിനെ അതേപടി മനസ്സിലാക്കുന്ന സ്വഭാവമാണിത്. അവന് ജ്ഞാനദൃഷ്ടിയില്ല. നാനാത്വത്തിലുള്ള ഏകത്വത്തെ പരമാത്മസത്തയെ രാജസജ്ഞാനി അറിയുന്നതേയില്ല. ഇന്ന് കാണുന്നതായ സകലവിധത്തിലുള്ള ഭിന്നിപ്പുകളും ഭേദബുദ്ധികളും എല്ലാം ഈ രാജസജ്ഞാനത്തിൻ്റെ അനിഷ്ടഫലങ്ങളായി നമുക്ക് മനസ്സിലാക്കാം. അടുത്ത ശ്ലോകത്തിൽ താമസജ്ഞാനത്തെക്കുറിച്ച് പറയുന്നു. 22-ാമത്തെ ശ്ലോകം. യത്തു കൃത്സ്നവദേകസ്മിൻ കാര്യേ സക്തമഹൈതുകം അതത്വാർത്ഥവദൽപം ച തത്താമസമുദാഹൃതം. ഏകസ്മിൻ ഏകമായ കാര്യേ കാര്യത്തിൽ ആ ഒറ്റ കാര്യത്തിൽ കൃത്സ്നവത് മുഴുവനും ഉള്ളതായി അല്ലെങ്കിൽ പൂർണ്ണമായി സക്തം ചേർന്നിരിക്കുന്നത് അഹൈതുകം യുക്തിക്ക് ചേരാത്തത് അതത്വാർത്ഥവത് യാഥാർത്ഥ്യമല്ലാത്തത് അല്പവത് ച അല്പമായുള്ളതായി യത് തു യാതൊന്നുണ്ടോ തത് ജ്ഞാനം ആ ജ്ഞാനം താമസം ഉദാഹൃതം താമസം എന്ന് പറയപ്പെട്ടിരിക്കുന്നു. ഏത് ജ്ഞാനമാണോ ഒരു കാര്യത്തിൽ ഈ ദേഹത്തിൽ എല്ലാമായി ഇതിനപ്പുറം ഒന്നുമില്ല എന്ന ധാരണയോടെ നിൽക്കുന്നത് യുക്തിരഹിതവും അയഥാർത്ഥവും സങ്കുചിതവുമായ അത് താമസജ്ഞാനമാണ്. തമസിൽ ആണ്ടുപോയ ബുദ്ധിക്ക് കാര്യകാരണ ചിന്തയില്ല. യാതൊരടിസ്ഥാനവുമില്ലാതെ യുക്തിവിരുദ്ധമായി ഒരൊറ്റ കാര്യത്തിൽ എല്ലാം അതുതന്നെയാണ് എന്ന് കരുതി നിൽക്കുന്നത് ഇടുങ്ങിയ അറിവാണ്. അത് യുക്തിക്ക് ഇണങ്ങുന്നതേയല്ല, അടിസ്ഥാനമില്ലാത്തതുമാണ്, സങ്കുചിതവുമാണ്. ഈശ്വരൻ നമ്മിൽ നിന്നകന്ന് സ്വർഗത്തിലിരിക്കുന്നയാളാണ് എന്ന വിശ്വാസം, അല്ലെങ്കിൽ ഒരു പ്രതിമ കണ്ടാൽ അതാണ് ഈശ്വരൻ എന്ന ചിന്താഗതി, ഇതെല്ലാം താമസജ്ഞാനമാണ്. അങ്ങനെയുള്ളവർ അവിവേകികളാണ്. അല്പവും ബാലിശവുമായ ബുദ്ധിയാണ് അവർക്കുള്ളത്. ചുരുക്കി പറഞ്ഞാൽ സത്വഗുണപ്രധാനികൾ നാനാത്വത്തിൽ ഏകത്വം ദർശിക്കുന്നു, രജോ ഗുണപ്രധാനികൾ പ്രപഞ്ചത്തിൽ നാനാത്വം മാത്രം ദർശിക്കുന്നു, തമോ ഗുണപ്രധാനികളാകട്ടെ ഈ കാണുന്നതിനപ്പുറം വേറൊന്നുമില്ല എന്ന അല്പബുദ്ധിയിലേക്ക് പതിക്കുകയും ചെയ്യുന്നു. ഹരി ഓം തത്സത്.